കേരളം, പോണ്ടിച്ചേരി, ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിങ്ങനെ 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ ചിത്രം വ്യക്തമാകുന്നത്. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. അസം, കേരളം, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലും ഒറ്റഘട്ടമാണ്. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ ദിവസം തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പും. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23 24-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 26 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും അവസരമുണ്ട്. ഏപ്രിൽ 9-നാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുക. മെയ് 4-ന് ഫലവും അറിയും. കേരളത്തിനൊപ്പം തന്നെ പോണ്ടിച്ചേരിയിലും അസമിലും വോട്ടെടുപ്പ് നടക്കും. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 6, 9 തീയതികളിലായി പശ്ചിമ ബംഗാളിൽ 2 ഘട്ട വോട്ടെടുപ്പുകൾക്ക് വേണ്ട പത്രിക സമർപ്പിക്കാം. പോളിംഗ് ഏപ്രിൽ മാസം 23, 29 തീയതികളിലായിരിക്കും. ഏപ്രിൽ 23-ന് തന്നെയാണ് തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ കേരളത്തിന് ഇനി 25 ദിവസം മാത്രമാണ്. പ്രചാരണം നടത്താൻ 23 ദിവസവുമാണുള്ളത്. ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.